ജാതിയും മതവും ഇല്ലാത്ത കേരളം ജാതിമത കേരളം ജാതിമത കേരളം. പണ്ട് ഇത് ഞാൻ ഒരു കാര്യം പറയുന്ന കേട്ടാ, അതായത് ഈ പിന്നെന്താ പറയുക, നമ്മുടെ നാട്ടിൽ ജാതിയില്ല മതമില്ല എന്നെല്ലാം പറയുന്നില്ല, എല്ലാം ഉണ്ട്. നമ്മൾ വലിയ വായിൽ വർത്താനം പറയും ജാതിയില്ല മതമില്ല എന്നെല്ലാം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, പണ്ട് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് കൊടുക്കുമായിരുന്നു. അതായത് സ്കൂളിൽ ഗ്രാൻഡ് കൊടുക്കുന്നത്, അത് പിയൂണ് വന്നിട്ട് ഇങ്ങനെ പിന്നെ ഒരു നോട്ടീസും കൊണ്ട് വരുവയ്യ, ഗ്രാൻഡ് വാങ്ങിക്കുന്ന ഇന്ന ആൾക്കാർ എല്ലാവരും പെട്ടെന്ന് പോയിട്ട് വാങ്ങിക്കേണ്ടതാണ്, 3:30 വരെ സമയമുള്ളൂ, വേഗം പോയിട്ട് വാങ്ങിക്കോ എന്ന് പറയുമ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അവർക്ക് സന്തോഷമാണെന്നോ അറിയില്ല. ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയാൾക്ക് ഇത് വിളിച്ചു പറയാണ്ട് തന്നൂടെ എന്നുള്ള കാര്യമുണ്ട് കേട്ടാ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രാൻഡ് വാങ്ങിക്കേണ്ട സമയമാകുമ്പോൾ എല്ലാവരും ഇവരിങ്ങനെ നോക്കുമായിരുന്നു. അതാണ്. അപ്പോൾ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വലിയ എന്ന് പറഞ്ഞാൽ വലിയ ജാതിയാണെന്ന് പറഞ്ഞിട്ട് ഓൻ്റെ വീട്ടിൽ ചിലപ്പോൾ അടുപ്പിൽ നിന്ന് ചേര വായിന്ന ഉണ്ടാവുക, 5 പൈസേൻ്റെ ഗതി ഉണ്ടാവില്ല, പക്ഷേ അവന് ഗ്രാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താ അറിയാം, നമ്മളെ ജാതി അധിക്ഷേപം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഈ നമ്മുടെ ഇവിടെ നടക്കുന്നില്ല, അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ അവിടെ നടക്കുന്ന സംഭവത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ ഒരു കാര്യം തന്നെ എൻ്റെ അഭിപ്രായത്തിന് നിർത്തുക വേണ്ടത്. ഈ ജാതിപരമായിട്ടുള്ള ഇതില്ലേ ആ വിവേചനം, അത് തന്നെ നിർത്തിയിട്ട് ആ കോളം തന്നെ ഒഴിവാക്കുക വേണ്ടത് എൻ്റെ അഭിപ്രായം. അതായത് ആ കോളത്തിൽ വരെ ഒന്നും എഴുതാൻ പാടില്ല. എന്താ വെച്ചാൽ മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ മനുഷ്യജാതി മാത്രമായിട്ടങ്ങ് പോട്ടെ, മനസ്സിലാക്കി. അല്ലാതെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി എന്നാൽ അതെല്ലാം ഉണ്ട്, ഇവിടെ ഒന്നും പോയിട്ടൊന്നുമില്ല. ഇനിയിപ്പം നമ്മളെ അടക്കെടുത്തിട്ട് സുനാമി പോലെ കൊണ്ടുപോയി കഴിഞ്ഞാലും ഒരു ജീവൻ അവിടുന്ന് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഓ എൻ്റെ ജാതിക്കാരും കൊണ്ടോ എന്നേ നോക്കുള്ളൂ, മനസ്സിലായ. നമ്മൾ വലിയ ആദർശവും കാര്യങ്ങളൊക്കെ പറയും. എനിക്കും തോന്നിയിട്ടുണ്ട്, എന്താ ഇവിടെ കേരളത്തിൽ ജാതിയൊന്നുമില്ല മതവുമില്ല എന്നല്ല എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സമാധാനിപ്പിക്കാൻ ഞാൻ തന്നെ കണ്ടെത്തുന്ന ഒരു കാര്യമാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊന്നും ഇല്ലാതെ സംഭവമൊന്നും അല്ല. ഇപ്പം ആ ചെറുക്കൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ മുതൽ ആ ചെറുക്കനാ എന്നാൽ ആപ്പിൽ നിന്ന് ലോൺ എടുത്തവനായിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരെ പറ്റിച്ചവനായിട്ടും, പിന്നെ ഇനി ഭാഗ്യത്തിന് വല്ല പെണ്ണുപിടിയനാക്കുന്നില്ല, അതൊരു സമാധാനമുണ്ട്. ആ സിദ്ധാർത്ഥനെ അതും പോയി ആക്കിയിനി. പണ്ട് സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ഒരുത്തന്നെ തല്ലിക്കൊന്നില്ല ഇതേപോലെ കുറേ എണ്ണം കൂടിയിട്ട്, അന്ന് അതിനെ പെണ്ണുപിടിയനും ആക്കിയിന് അന്നതിനാ. അങ്ങനെ കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവരെ എടുക്കുക, പിന്നെ ഇവനെ എങ്ങനെ മോശക്കാരനാക്കാം, ഇതാണ് നോക്കുന്നത്. സത്യത്തിൽ എന്ന് പറഞ്ഞാൽ ആ കോളേജിൽ നടന്നെന്താണെന്നറിയാം. അതായത് ചില മാഷന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആ പഴയ കാലത്തുള്ള ആ ചിന്തകൾ ഇങ്ങനെ തികട്ടി വരും. അതായത് അവർക്കെന്തോ സംഭരണം വാങ്ങിച്ചു വരുന്നതും അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ പാവപ്പെട്ടവനായിട്ട് വരുന്നതും, പിന്നെ കൂലിപ്പണിക്കാരൻ്റെ മകനാണ് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിഞ്ഞ പഠിത്തമായിരിക്കും. ഇതൊക്കെ കാണുമ്പോഴെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചൊറിച്ചലെളുന്ന അധ്യാപകരുണ്ട്. ഇതൊന്നും ഇപ്പോഴൊന്നും അല്ലടോ, പണ്ട് മുതലേ ഉണ്ട്. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് സമരം ചെയ്യാൻ പോകുന്നില്ലേ, ആ വിളിയിൽ മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ. അത് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെയാണ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്താ അറിയുക, പണ്ടൊക്കെ പിന്നെ വഴി പോലും പോകാൻ വിടൂല. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാലും ഒരു കല്യാണമാണെങ്കിലോ, ഇല്ലെങ്കിൽ ഒരു സ്ഥലം വിൽക്കാനാണെങ്കിലോ, ഇല്ലെങ്കിൽ വേറെ ഒന്നിനാണെങ്കിലോ, അതായത് ഒരു സ്ഥലം വിൽക്കാൻ വേണ്ടി 10 സെൻറ്റ് സ്ഥലം അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റോന്നാ പറയാം നമ്മളെ ജാതിക്കാർക്കേ കൊടുക്കാതുവേ, അല്ലെങ്കിൽ മറ്റവനൊന്നും കൊടുത്തേക്കല്ലേ, ഓൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആടെ എന്തെങ്കിലും പിന്നെ ആയി, പിന്നെ അതവൻ്റെ ഇതായി, ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടടോ. നമ്മൾ വിചാരിക്കുന്ന എന്താ അറിയുക, നമ്മളെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഇതൊന്നുമില്ല, കേരളം വളരെ ഡീപ്പ് ക്ലീനാണ്, അല്ലെങ്കിൽ കേരളം നല്ലതാണ് എന്നൊക്കെ നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ, ഇപ്പം നമ്മൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില നേപ്പാളികളും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരൊക്കെ ഉണ്ട്. അവരൊക്കെ ചില സമയത്തൊക്കെ നമ്മളോട് പറയാറുണ്ട് അവരുടെ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പോലും കൊടുക്കാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ നമ്മളെ സമാധാനം ബാമോനെ കേരളത്തിലേക്ക് വന്നോ എന്ന് നമ്മൾ പറയും. എന്നാലും ഇവിടെ എത്തിക്കഴിഞ്ഞാലും അവർ ഇന്ത്യക്കാരാണ്, അവരങ്ങോട്ട്. അതാണ് ഇവിടുത്തെ സ്ഥിതി, അത് തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നല്ല. എല്ലാവരുടെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതി കുഷ്ഠം എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കുറച്ച് കൂടുതലാണ് നമ്മുടെ ശ്രീരാമനും അതുപോലെ തന്നെ സംഗീതക്കും. അവർ രണ്ടുപേരുമാണ് ഇപ്പോഴും ശരിക്കും പെട്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ആ ചെറുക്കൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റാഫ് റൂം എന്ന് പറയുന്നത് ഒരുത്തനെ വധിക്കാനുള്ള സ്ഥലമാണ്. അത് ശരി തന്നെയാണ്. അത് പണ്ട് മുതലേ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാഫ് റൂം എന്ന് പറയുന്നത് ആ ഒരു 25-26 അധ്യാപകന്മാരും ഉണ്ടാവും. അവരുടെ മുന്നിൽ വെച്ചിട്ട് കളിയാക്കാനുള്ള ഒരു സങ്കേതമായിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ആ ഒരു സങ്കേതം ഇവരെല്ലാം കൂടിയിട്ട് നമ്മളിങ്ങനെ ആക്കിയിട്ട് ചിരിക്കുന്ന ഒരു പരിപാടി. ഉള്ള കാര്യം പറയാലോ, ഞാനൊക്കെ പഠിക്കുമ്പോൾ പണ്ട് ഓരോരുത്തരിട്ട് ഓരോന്ന് പൊട്ടിച്ചാലോ എന്ന് ഞാൻ അന്നേ തോന്നിയിട്ടുണ്ട് എനിക്ക്. അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ മോശപ്പെടുത്തും നമ്മളെ ചില അധ്യാപകരിട്ടാ. ചില ആൾക്കാർ ഉള്ള കാര്യം എന്താ പറയുന്നതിന്, അതായത് ഈ ഒരു പ്രതിബദ്ധത ഇല്ലാതെ വരുന്ന അധ്യാപകരുണ്ട്, അവരെ കാര്യം ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഈ സ്റ്റാഫ് റൂം എന്ന് പറയുന്ന ആ ഒരു ഇതിലില്ലേ, അവിടെ ഒരു ക്യാമറ വെക്കുക മെയിനായിട്ട്.
അതുമാത്രവുമല്ല, അത് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് വിദ്യാർത്ഥികളെ വിളിക്കരുത് എന്നുള്ള ഒരു ഇതും കൂടി വെക്കണം. ഇതിപ്പോഴെന്താ പ്രശ്നം എന്താ പറയുക, ഇത് നിങ്ങൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ, അതായത് ഇന്നിപ്പോഴും 2-3 കുട്ടികൾ പ്രതികരിക്കാൻ വന്നിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് കേട്ടപ്പോഴാണ് ഇതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു എന്താ പറയേണ്ടത്, ആ ഡേഞ്ചറില്ല അത് മനസ്സിലായത്. അതായത് ഈ കുട്ടികളെ കൊണ്ട് ഈ അധ്യാപകർ ചെയ്യിക്കുന്ന ചില കാര്യങ്ങൾ അവരിതൊന്നും ആരോടും പറയത്തില്ല. കാരണം എന്താ അറിയുക, പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ തോപ്പിക്കുന്നുള്ള ഭീഷണി ഉണ്ടാകും. നിന്നെ ഞാൻ ജയിപ്പിച്ചിട്ട് കാണിച്ചു തരാടാ, അങ്ങനെയൊക്കെയുള്ള ഭീഷണികൾ ഉണ്ടാകും. പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയന്നുകൊണ്ടാണ് അവിടെ പഠിക്കുന്നതെന്നാണ് പറയുന്നത്. അത്രത്തോളം മോശപ്പെട്ട ഒരു സ്ഥലമാണ്. ഇതിനിടയ്ക്ക് ആ ഒരു കുഞ്ഞ് മരിച്ച അഞ്ചരക്കണ്ടി കോളേജ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഇത്രയും നെറികെട്ട സംഭവങ്ങൾ അവിടെ നടന്നിട്ടും എന്തുകൊണ്ടാണ് ആരും അറിയാതെ പോയത്? അവിടെ കുറേ റായിങ് ഉണ്ട്, അതുപോലെ തന്നെ കുറേ അധ്യാപകരുണ്ട്, കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ പുറത്താരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. കാര്യം എന്താ, എല്ലാവർക്കും ഭയമാണ്. അതായത് എങ്ങനെയെങ്കിലും മുടിഞ്ഞ് പോട്ടെ, ഒരു 5 കൊല്ലല്ലേ പഠിക്കണ്ടു, ഇങ്ങനെ വിചാരിച്ചിട്ടാണ് എല്ലാവരും അവിടെ പഠിക്കുന്നത്. ഇവൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നവർ ഇവൻ്റെയൊക്കെ കാല് പിടിച്ചല്ലേ പറ്റൂ എന്ന് കരുതിയിട്ട് പിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില രക്ഷിതാക്കളും അങ്ങനെയാണ്. അതായത് തൻ്റെ മക്കളോടെന്നാ പറയാമെന്നറിയാം, എൻ്റെ മക്കൾ എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചു ഒഴിവാക്കിപ്പാ, എന്താ വെച്ചാൽ അവൻ എന്തോ ചെയ്യട്ടെ, ആ പണ്ടാരക്കാലം അത് കഴിച്ചിട്ട് അവൻ ചത്തോട്ടെ എന്നെല്ലാം പറയും നമ്മൾ. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളെ സമാധാനത്തിന് വേണ്ടി പറയുന്നതാണ്. ശരിക്കും അവിടെ കുഞ്ഞുങ്ങളില്ലേ, അവിടെ നരകയാതനയാണ് അനുഭവിക്കുന്നത്. ഇതിനൊരു അറുതി വേണ്ടേ? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളെ മക്കൾ ഏത് കോളേജിലാണ് പഠിക്കുന്നതെങ്കിലും അവിടെയുള്ള മാതാപിതാക്കളും മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ മാതാപിതാക്കളും വരണം കോളേജിലേക്ക്. എല്ലാവരും വരണം, എല്ലാവരും വന്നിട്ട് അവിടെ ചോദ്യം ചെയ്യണം. അതാണ് വേണ്ടത്. റാഗിങ് അല്ല, എന്ത് മറ്റേ പരിപാടിയാണെങ്കിലും ശരി, ഒരു കാര്യം ചെയ്യണം, എല്ലാവരും ഓടി വരിക, ഓടി വന്നിട്ട് ചോദ്യം ചെയ്യുക. നാളെ നിങ്ങളുടെ മക്കൾക്കും ഇല്ലെങ്കിൽ ഈ ദുരന്തം ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാതാപിതാക്കൾ വെറുതെ കുറേ പണം ഉണ്ടാക്കി വെച്ച് അതുപോലെ തന്നെ എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ എനിക്ക് നേരമില്ല, കാലമില്ല എന്നൊന്നും പറഞ്ഞാൽ പോരാ. വിളിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണെങ്കിലും ശരി, നിങ്ങൾ ഒരാളെങ്കിലും വരണം. ഒരാളെങ്കിലും വന്നിട്ട് ആ സ്കൂളിൽ അവിടെ വന്ന് കുത്തിയിരിക്കണം. അവിടെ കുത്തിയിരുന്ന ആ ഒരു വിദ്യാർത്ഥിയുടെ പ്രശ്നം തീർത്തിട്ടേ നിങ്ങൾ പോകാതൂ. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും ഇതേപോലെയുള്ള ഇതുവരെ ഇന്നിപ്പോൾ എല്ലാവർക്കും വാട്സാപ്പില്ലേ, എല്ലാവരുടെ കയ്യിലും മൊബൈലില്ലേ. കുട്ടികളെയൊക്കെ വെറുതെ കുട്ടികളൊക്കെ അവരെ വഴിക്ക് പോട്ടെ, കുട്ടികളൊക്കെ പഠിക്കട്ടെ. നിങ്ങളൊരു കാര്യം ചെയ്യുക, മാതാപിതാക്കൾ എല്ലാവരും കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം എന്തെങ്കിലും തോന്നിയ വാസം കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം എന്ന് പറഞ്ഞാൽ അവരൊന്നും അറിയിക്കണ്ട. കോളേജുകാരെയോ അല്ലെങ്കിൽ ഏത് കുട്ടീനെയാണെന്നോ ഏത് കുട്ടിക്കാണെന്നോ ഒന്നും പറയണ്ട. നിങ്ങളെല്ലാവരും അവിടെ പോകുക, അതാണ് വേണ്ടത്. ഞാനതാ എല്ലാ മാതാപിതാക്കളോടും പറയുന്നത്. നാളെ നിങ്ങളുടെ കുട്ടിക്കും ഈ ഒരു പയ്യൻ്റെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ എല്ലാവർക്കും തന്നെ ഒരുപോലെ ആയിരിക്കില്ല. അതായത് ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇത് എന്ത് വന്നു കഴിഞ്ഞാലും നീ പോടാവൂലേ, നമ്മളങ്ങനെ നിൽക്കും. പക്ഷേ ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ മനസ്സിൽ പെട്ടെന്ന് ഇത് പിടിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എത്ര വലിയ ഉദ്യോഗസ്ഥരായിക്കോ, ഒന്നുമില്ലാത്ത കൂലിപ്പണിക്കാരനായിക്കോട്ടെ, നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷത്തേക്ക് ആ ഗ്രൂപ്പ് ഉണ്ടാക്കുക. അവരെ പഠിത്തം കഴിയുന്നതുവരെ നിങ്ങളെല്ലാവരും ഗ്രൂപ്പിൽ ആക്റ്റീവായിരിക്കണം. തങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ തങ്ങളുടെ മക്കളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരുത്തൻ അവിടെ വന്നു കഴിഞ്ഞാൽ, മയക്കുമരുന്നോ ഇല്ലെങ്കിൽ മറ്റേതോ കൊണ്ടുപോലും തങ്ങളുടെ മക്കളെ ആരെങ്കിലും നശിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും ആ കോളേജിലേക്ക് പോകണം. അവിടെ വെച്ചിട്ട് അത് തീർക്കണം. തീർത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇനി ഈ കുട്ടികളൊക്കെ രക്ഷപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് 4 മാസം നമ്മളിങ്ങനെ അതിനെപ്പറ്റി ചർച്ച ചെയ്യും. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നു. സിദ്ധാർത്ഥൻ നിങ്ങൾക്കെല്ലാം അറിയാലോ. ആ സിദ്ധാർത്ഥൻ മരിച്ചിട്ട് കുറേ നാളായില്ലേ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പരീക്ഷ എഴുതാൻ പോയ ഒരുത്തനാ. എന്തൊക്കെ ചെയ്തിട്ട് എത്ര നാളായി, എന്നിട്ട് എന്താ ഇവിടെ സംഭവിച്ചേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ജിതിൻ എന്ന് പറയുന്ന ഈ പയ്യൻ്റെ അവസ്ഥ ലാസ്റ്റ് ആയിരിക്കണം. ഇനി ഒരുത്തനും ഇതുപോലെ ചെയ്യാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യമേ, അതായത് ഈ ലോൺ ആപ്പ് മറ്റേ ആപ്പ് എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടാ. ഈ ലോൺ ആപ്പിൽ പൈസ എടുത്തിട്ടാന്ന് നമ്മളൊന്നും ഇതുവരെ കേട്ടില്ല കേട്ടോ. ലോൺ ആപ്പിൽ ഒരുത്തൻ പൈസ എടുത്തു കഴിഞ്ഞാൽ ടീച്ചർമാരെ വിളിക്കുന്ന കഥയൊന്നും നമ്മൾ കേട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇതിൻ്റെ ഉള്ളിൽ പലതും ഇവർ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതും കൂടി പുറത്തു കൊണ്ടുവരണം എന്നാണ് ഈ എളിയവൻ്റെ ആവശ്യം. നന്ദി, നമസ്കാരം കേട്ടോ.